കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗ്രോ ബാഗിന്റെ ക്വാളിറ്റി. നമ്മൾ ഈ ഫാബ്രിക്കിലാണെങ്കിലും സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒരു സമ്മാനം കൂടെ ഈ ഒരു ഫാക്ടറി നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സമ്മാനം? ഒരാൾക്കല്ല, 3 പേർക്ക് സമ്മാനം. 3 പേർക്ക്. അതെ, അതായത് നമുക്ക് 12x12 എന്ന സൈസ് എല്ലാ പച്ചക്കറി വയ്ക്കുന്ന സൈസ് 3 പേർക്ക് 20 വെച്ച്, അത് കൂടാതെ അതിനാവശ്യമായിട്ടുള്ള ജൈവവളം കൂടെ നമുക്ക് ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാനായിട്ട് കഴിയും. 3 പേർക്ക്. 3 പേർക്ക്. ഒരാൾക്കല്ല 3 പേർക്ക്. അപ്പോൾ നോക്കിയാൽ വെറും 110 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്. 110 രൂപ മുതലാണ് ഇവിടുത്തെ 90 GS അല്ലേ? 90 GS. നമ്മുടെ ഗ്രോ ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 10 rupees ആണ്. ഒരു കോംപ്രമൈസ് പ്യോർ വെർജിൻ വിത്ത് UV സ്റ്റെബിലൈസ്മെന്റ്. UV സ്റ്റെബിലൈസിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെയിലത്തും മഴത്തും വെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവുക, അതുകൊണ്ട് യാതൊരു പ്രശ്നത്തിൽ വരാറില്ല. വളങ്ങളിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ മേജറായിട്ട് ചെയ്യുന്ന വളങ്ങൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, സ്റ്റാർ മീൽ, അങ്ങനെ ഓർഗാനിക്കായിട്ട് ഓൾമോസ്റ്റ് എല്ലാ വളങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വിള ഏതുമായിക്കൊള്ളട്ടെ, അതിന് ചേരുന്ന റേഷ്യോ, ആ ഒരു റേഷ്യോ തന്നെ ഇവിടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഈ ഒരു ഫാക്ടറിയുടെ ഓണർ നമ്മുടെ ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാമോ? ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് റയോൺസ് എന്നാണ്. നമുക്ക് ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല, നമുക്ക് ആംഫൈഡിനും കർഷകമത്തെ പല ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മോസ്റ്റ്ലി ഇവിടെ ചെയ്യുന്നത് ഈ ഗ്രോ ബാഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ജൈവവളം ഒത്തിരി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി മെയിൻ പ്രോഡക്ട്സ് ആണ്. സോ അതെല്ലാം ബ്രാൻഡ് നമ്മൾ ആംഫൈഡ് എന്നുള്ള ബ്രാൻഡിലാണ് ചെയ്യുന്നത്. അതെ, ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ പ്രൈസിൽ. അതാണ് നമ്മുടെ കമ്പനിയുടെ. അതെ. ഇനി ഗ്രോ ബാഗിന്റെ കാര്യം പറഞ്ഞാലും വെറും 10 രൂപ മുതലാണ് 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെലിവറിയുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഡെലിവറി ആകുമ്പോൾ പാൻ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് ഹോൾസെയിലാണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. അതല്ല, ചെറിയ വീട്ടാവശ്യത്തിനാണെങ്കിൽ പോലും നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അവർ എങ്ങനെ ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും, കേരളത്താണെങ്കിലും പുറത്ത് എവിടെയാണെങ്കിലും ഡെലിവറി നമുക്ക് ഡോർ സ്റ്റെപ്പിലും കൊണ്ട് എത്തിക്കാനായിട്ട് കഴിയും. സൗകര്യം തീർച്ചയായും. എത്ര ബൾക്ക് ചോദിച്ചാലും കൊടുക്കാൻ, എത്ര ബൾക്ക് ചോദിച്ചാലും നമുക്ക് ഇത് ഇവിടെ മാത്രമല്ല, വേറെ ഒത്തിരി നമുക്ക് മേക്ക് ചെയ്യാൻ വർക്കേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് എത്ര ചോദിച്ചാൽ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഒരുപാട് നഴ്സറികളിലേക്കും ഷോപ്പുകളിലേക്കും പോകുന്നത് ഇവിടെ നിന്നാണ്. ഇത് ഫാക്ടറിയാണ്, ഇവിടെ നിന്നാണ് നിങ്ങളിലേക്കൊക്കെ ഷോപ്പ് വഴി എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഹോൾസെയിൽ റേറ്റിന് ഡയറക്റ്റ് ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. അതാണ് പ്രത്യേകത. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കർഷകരിലേക്ക് അല്ലേ? അപ്പോൾ ഇടനിലക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റിൽ ഇവിടെ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ ഗ്രോ ബാഗ് ആയാലും വളങ്ങളായാലും ഫുള്ളി ഹോൾസെയിൽ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് നേരിട്ട് ഫാക്ടറിയിൽ വന്നിട്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ്. ആക്ച്വലി കൊഴിഞ്ഞാമ്പാറയിൽ കള്ളിയമ്പാറ എന്നാണ് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്ഥാപനം ഓൾമോസ്റ്റ് 17 വർഷം നമ്മൾ ഈ ഫീൽഡുണ്ട്. അതിൽ കള്ളിയമ്പാറ ഈ സ്ഥലത്ത് നമ്മൾ ഈ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് 4 വർഷത്തിന് മുകളിലായി. കർഷകരാണ് കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒരു സമ്മാനം കൂടെ ഈ ഒരു ഫാക്ടറി നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സമ്മാനം? ഒരാൾക്കല്ല, നമ്മൾ 3 പേർക്ക് സമ്മാനം. 3 പേർക്ക്. അതെ, അതായത് നമുക്ക് 12x12 എന്ന സൈസ് എല്ലാ പച്ചക്കറി വയ്ക്കുന്ന സൈസ് 3 പേർക്ക് 20 വെച്ച്, അത് കൂടാതെ അതിനാവശ്യമായിട്ടുള്ള ജൈവവളം കൂടെ നമുക്ക് ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാനായിട്ട് കഴിയും. 3 പേർക്ക്. ഒരാൾക്കല്ല 3 പേർക്ക്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നല്ലൊരു കമന്റ് കൂടെ രേഖപ്പെടുത്തുക, ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കർഷകർക്ക് ഈ ഒരു ഫാക്ടറി വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ ചെയ്യാൻ ഉദ്ദേശിക്കും. അതുകൊണ്ട് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ക്വാളിറ്റി ആയാലും ഒന്നും പറയാനില്ല, നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗീവയുടെ കാര്യം മറക്കരുത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക. സെലക്ട് ചെയ്യുന്ന 3 പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത്. അത് 20 ഗ്രോ ബാഗ് വെച്ചിട്ട് 60 ഗ്രോ ബാഗ്. ഒരാൾക്ക് 20 ഗ്രോ ബാഗാണ് കിട്ടുന്നത്. അങ്ങനെ 60 ഗ്രോ ബാഗ് 3 പേർക്കാകുമ്പോൾ, പിന്നെ കൂടാതെ അതിനാവശ്യമായിട്ടുള്ള വളം അല്ലേ, വളവും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്തോളൂ, നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുള്ളൂ. ഓക്കെ, നമ്മളുടെ ഗ്രോ ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 10 rupees ആണ്. എല്ലാ സൈസിലും ഗ്രോ ബാഗ് അവൈലബിൾ ആണ്. ഫസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 6x6 ആണ് ഫസ്റ്റ് സൈസ്. ഇതിലെല്ലാ ചെറിയ പ്ലാന്റ്സും വയ്ക്കാൻ പറ്റും. അടുത്തത് 9x9 സൈസ് ആണ്. അതിൽ കൂടുതൽ കുറച്ച് ചെറിയ പ്ലാന്റ്സ് വയ്ക്കാനായിട്ട് പറ്റും. 9x9. ദെൻ 12x9 കുറച്ച് വലിയ ചെടികൾ ഇതിൽ വയ്ക്കാൻ വേണ്ടി പറ്റും. 12x9. ദെൻ ഇതാണ് 12x12. ഈ സൈസാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു ഗ്രോ ബാഗ് എന്ന് പറയുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ചെടികളും ഇതിൽ വയ്ക്കാൻ പറ്റും. ബ്രിഞ്ചൽ, പച്ചമുളക്, അങ്ങനെയുള്ള എല്ലാ ചെടികളും ഇതിൽ വയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് 15x15 സൈസ് ഗ്രോ ബാഗ്. ഇതിലെല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ഇതിൽ വയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് 18x18. ഇതിൽ വാഴ അങ്ങനെയുള്ള പ്ലാന്റ്സ്, വലിയ പ്ലാന്റ്സ് ഇതിൽ വയ്ക്കാനായിട്ട് പറ്റും. ദെൻ 24x24. ഇതിൽ വലിയ മാവിൻ തൈകൾ, അങ്ങനെയുള്ള തൈകൾ, മാവ്, പ്ലാവ് അങ്ങനെയുള്ള തൈകൾ ഇതിൽ വയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് 18x9. ഇതിൽ ചീര, മല്ലി അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ഇതിൽ വയ്ക്കാനായിട്ട് പറ്റും. ഇതിൽ 2-3 സൈസസ് അവൈലബിൾ ആണ്. 24x9, 18x9, 24x12. മല്ലിയില, ചീര അങ്ങനെയുള്ള ചെടികൾ ഇതിൽ വെക്കാനായിട്ട് പറ്റും. അത് ഡിപ്പെൻസ് അപ്പോൺ സൈസ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും.
ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഗ്രോ ബാഗ് ആണ്. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. ഫുഡ് പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ വലിയ ഗ്രോ ബാഗ് തേടി ഇനി എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഒരു സൈസ് ഉണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള ഗ്രോ ബാഗ് വരെ ഇവിടെ ഒരു നിർമ്മിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സൈസ് എങ്ങനെയാണ്? 30x30 ആണ്. ഇത് ടെറസ് ഗാർഡനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രോ ബാഗ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ഒരു സാധനം കൂടെയാണ്. ഓക്കെ, ഇത് കണ്ടില്ലേ, നമ്മുടെ ഡ്രമ്മിനെക്കാളും വലുപ്പമുണ്ട് കണ്ടോ, പക്ഷേ വിലയും തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റീസണബിൾ പ്രൈസിൽ ഇവിടെ നിന്ന് ഗ്രോ ബാഗുകൾ അത് ഏത് സൈസിലാണെങ്കിലും വാങ്ങാൻ വേണ്ടി സാധിക്കും അല്ലേ? ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം എത്ര വലിച്ചാലും ശരി തന്നെ ഈ ഒരു ഫാബ്രിക് ഒന്നും വരില്ല. എന്താ എത്ര ക്വാളിറ്റി വരാൻ കാരണം? ക്വാളിറ്റി കാരണം നമ്മൾ ഉപയോഗിക്കുന്ന 230 GSM ആണ്. 230 GSM പക്ക വെർജിൻ ക്വാളിറ്റി. അത് കൂടാതെ നമ്മൾ ഉപയോഗിച്ച സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ 100% നൈലോൺ റോപ്പിലാണ് ഉപയോഗിക്കുന്നത്. നൈലോൺ റോപ്പിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ചിങ് ആണ്. സിംഗിൾ സ്റ്റിച്ചിൻ്റെ ഒരു നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് എന്തെങ്കിലും മണ്ണ് വളമൊക്കെ തട്ടി പെട്ടെന്ന് ദ്രവിച്ചു പോകാണ് അതിൻ്റെ നഷ്ടപ്പെടാതിരിക്കും. കുറച്ചുകൂടി എക്സ്ട്രാ സ്ട്രെങ്ത്തിന് വേണ്ടി അകത്ത് ഫുള്ളും ഡബിൾ സ്റ്റിച്ചിങ് ആണ്. സോ നമ്മുടെ ഫാബ്രിക് ക്വാളിറ്റി സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സ്ട്രെങ്ത് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ ടോപ്പിൽ 3 mm റോപ്പ് വെച്ചിട്ടുണ്ട്. റോപ്പിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഗ്രോ ബാഗ്സിൽ മണ്ണും വളമൊക്കെ ഇട്ട് വെക്കുമ്പോൾ കറക്റ്റ് സ്റ്റിഫായി നിൽക്കും. ഇത് മടങ്ങി പോകും, അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ടല്ലോ. സോ അതുകൊണ്ട് ഇത്രയും ക്വാളിറ്റി ഈ ഗ്രോ ബാഗ്സിൽ വരുന്നത്. ക്വാളിറ്റി ഒരു കോംപ്രമൈസ് ഇല്ല. പ്യോർ വെർജിൻ വിത്ത് UV സ്റ്റെബിലൈസ് മെറ്റീരിയൽ. UV സ്റ്റെബിലൈസിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെയിലത്തും മഴത്തും വെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവുക, അതുകൊണ്ട് യാതൊരു പ്രശ്നം ഇതിൽ വരാത്തില്ല. ഒരു പ്രശ്നം ഇതിൽ വരില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഇല്ല നമുക്ക് വരുന്നത്. അത് കൂടെ ഇത് ഫുൾ ആൻഡ് ഫുള്ളി നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയലാണ്. കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വാട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ടിൽ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ ഈ ഒരു ക്വാളിറ്റി കൊടുക്കാൻ കഴിയും. മാർക്കറ്റിൽ വളരെ ലോ ക്വാളിറ്റി മില്ല. അതായത് ഇത് ഒരു വെയിലത്ത് വെച്ച് 3 മാസം കൊണ്ട് ദ്രവിച്ചു പോകണ മെറ്റീരിയൽ. ദ്രവിക്കുക പറഞ്ഞ സാധനം പൊടിഞ്ഞു പോകും വെയിലത്ത് കൊള്ളുമ്പോൾ. ഇതിലങ്ങനെ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ആവറേജ് പറഞ്ഞ 4 to 5 years 100% ലൈഫ് ഉണ്ടാവും മിനിമം. അതുപോലെ ബാക്കിയുള്ള കസ്റ്റമർ യൂസേജ് പോലെ ബാക്കി അതിൻ്റെ ലൈഫ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ്. നമ്മൾ ഗ്രോ ബാഗ്സും ഫുൾ ആൻഡ് ഫുള്ളി സ്റ്റിച്ചിങ്ങും സീലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഇവിടെ നിന്നാണ്. നമുക്ക് ഇവിടെയുള്ള സ്റ്റാഫ് മാത്രമല്ല, നമുക്ക് കല്യാണം അങ്ങനെ ഒരുപാട് വീട്ടമ്മയ്ക്ക് ഒരു വരുമാന രീതി. കാരണം നമുക്ക് നമ്മളിവിടെ സ്റ്റിച്ചിങ് പഠിപ്പിച്ച് കൊടുത്തിട്ട് തൊട്ടടുത്ത ഈ നമ്മുടെ കമ്പനിയിൽ നിന്ന് 10 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഒരുപാട് വീട്ടമ്മമാർ നമുക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ മെഷീൻ കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവർക്ക് വീട്ടിലൊന്നും ഒരു വരുമാനം എന്ന രീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അവരെല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു വരുമാനം എല്ലാ മാസവും നമ്മളൊന്ന് കൈപ്പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇവരുടെ ഓഫീസിൽ വരേണ്ട ആവശ്യം പോലില്ല. വീട്ടിൽ ഇരുന്നിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും ഇവർക്കൊക്കെ ഒരു വരുമാന മാർഗം ആ രീതിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീട്ടമ്മമാർ നമ്മൾ അറൗണ്ട് 10+ വീട്ടമ്മമാർ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊരു തൊഴിലവസരം. ഓക്കെ, ഇത്രയും നല്ല ക്വാളിറ്റി ആണെങ്കിൽ കൂടെ ഇവർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും 10 രൂപ മാത്രം. 4x4 അതാണ് ഞാൻ ആദ്യം 2-3 ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ വിചാരിച്ചു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആയാലേ ഈ ഒരു പ്രൈസ് കൊടുക്കാൻ. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ക്വാളിറ്റി ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, അതെല്ലാം റീസണബിൾ പ്രൈസിന് തീർച്ചയായിട്ടും അല്ലേ ഡയറക്റ്റ് ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. കൂടുതലായിട്ട് നഴ്സറികളിലേക്കും ഷോപ്പുകളിലേക്കാണ് ഇവിടുന്ന് പോകുന്നത് അല്ലേ? ബൾക്ക് പർച്ചേസ് ആണ് കൂടുതൽ. ബൾക്ക് ഹോൾസെയിൽ മാത്രം മോസ്റ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാനുഫാക്ചർ ആയതുകൊണ്ട് ഡയറക്റ്റ് ഹോൾസെയിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ഇനി റീറ്റെയിൽ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം. ബട്ട് നമ്മൾ പേഴ്സണലി കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അതെ. ഇതാണ് നമ്മുടെ കട്ടിങ് യൂണിറ്റ്. നമുക്കിവിടെ ഫുൾ ആൻഡ് ഫുള്ളി ഗ്രോ ബാഗ്സ് കട്ടിങ് കാര്യങ്ങളും ചെയ്ത് ഇവിടുന്ന് വീട്ടമ്മമാർക്കും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു വരുന്നത്. അതുകൂടാതെ ഇതാണ് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഫാബ്രിക്സ്. നമുക്കിത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. മോസ്റ്റ്ലി ഗ്രീൻ വിത്ത് ഓറഞ്ച് ആണ്. അതിലും ഡാർക്കും ഗ്രീൻ ആയിട്ട് പല വേരിയേഷൻസ് നമുക്ക് വരുത്താൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത് കാണാൻ പോകുന്നത് റെയിൻ പോഞ്ചോ അല്ലേ? അതെ. ഇതാണ് റെയിൻ പോഞ്ചോസ് വരുന്നത്. നമുക്ക് മഴക്കാലത്തെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സൈസാണ് ഈ റെയിൻ പോഞ്ചോസ്. അത്യാവശ്യം എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ആവശ്യമുള്ള സാധനമാണ്. ബൈക്ക് പോവുകയാണെങ്കിലും ട്രക്കിംഗ് പോകണം എന്തൊരു ആവശ്യം പുറത്ത് പോവുകയാണെങ്കിലും ഈ റെയിൻ കോട്ട്സ് ആവശ്യമാണ്. നമ്മളിത് ഫുൾ ആൻഡ് ഫുള്ളി ഹോൾസെയിൽ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കസ്റ്റമേഴ്സ് അറൗണ്ട് 5,000 10,000 പീസ് ചോദിച്ചാൽ നമുക്ക് റെഡിയിൽ കൊടുക്കാനായിട്ട് കഴിയും. നമുക്കിതിൽ വരുന്നത് 5 to 7 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. യൂണിസെക്സ് സൈസാണ്. കോമൺലി അഡൽട്ട് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും കോമൺലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇത് വരുന്നത്. ഇതിൽ നമുക്കൊരു 7 കളേഴ്സ് പറയാം. ഫ്രീ സൈസ്. ഓക്കെ, അഡൽട്ട് ആയിട്ടുള്ള എല്ലാവർക്കും കോമൺലി ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണ്. നമുക്കിതെല്ലാം സീലിംഗ് വരും. അതുകൂടെ കെട്ടാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് കളേഴ്സും കൊടുക്കാം. ലേഡീസിനും ജെൻസിനും കോമൺലി ഉപയോഗിക്കാം. ഒരുപോലെ ഉപയോഗിക്കാം. ഒരുപോലെ ഉപയോഗിക്കും. നമുക്ക് ഈ കോട്ട് മാത്രമല്ല, ഇതിന് കൂടെ വിത്ത് പാൻസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പാൻറ് തനിച്ച് കൊടുക്കാം. അല്ലെ ഇത് കൂടെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയുന്നത് അതുപോലെ നമുക്ക് ഇത് കോട്ട് കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയാണ് പോകുന്നത്. ഏറ്റവും ഫുൾ ആൻഡ് ഫുള്ളി ഹോൾസെയിൽ. അത് കേരളത്തിൽ ഒട്ട സ്ഥലത്ത് നമ്മൾ തന്നെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രം നമുക്ക് ഓൾറെഡി വേറെ ഒത്തിരി സ്റ്റോക്സ് ഉണ്ട്. സ്റ്റോക്ക് നമുക്ക്
കസ്റ്റമർ എത്ര 5,000 10,000 എങ്ങനെ പറയുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും എത്ര ആണെങ്കിൽ സീസണിൽ നമുക്ക് എത്ര സ്റ്റോക്ക് റെഡിയിൽ ഉണ്ടാവും പറയുകയാണെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയും അവരോട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൻ പോഞ്ചോസ് അല്ലേ? ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടാർപോളിൻ്റെ അല്ലേ? അതെ അതെ. ടാർപോൾ എന്ന് പറഞ്ഞാൽ വെറും 110 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്. 110 രൂപ മുതലാണ് ഇവിടുത്തെ അതെ 90 GS അല്ലേ? 90 GS വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രത്തോളം വില കുറവാണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? അതെ, നമുക്ക് 90 GS പ്യോർ വെർജിൻ മെറ്റീരിയൽ ആണ് മാക്സ്പോൾ എന്ന ബ്രാൻഡ്. പ്യോർ വെർജിൻ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്. നല്ല ലൈഫും അതുപോലെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അത് വരുന്നത്. അതെ, വിലയും കുറവാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് 6 മുതൽ 30x30 വരെ എല്ലാ സൈസും റെഡിലി അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഹോൾസെയിലിൽ എത്ര ചോദിക്കുന്നു അത് നമുക്ക് കൊടുക്കാനായിട്ടാണ് ടാർപോളിന്റെ. സൈസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യും. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന 6x6 മുതൽ 30x30 വരെ എല്ലാം അവൈലബിൾ ആയിരിക്കും. റെഡിലി സ്റ്റോക്ക് ഉണ്ടാവും. എല്ലാ സൈസും സ്റ്റോക്ക് ഉണ്ടാവും. ഇതും നമുക്ക് ഡെലിവറി ചെയ്യാമല്ലോ? കേരളം ഒട്ട് എവിടെ പറയുന്നത് നമുക്ക് അവിടെയാണ് ഡെലിവറി ചെയ്യാൻ. തീർച്ചയായിട്ടും. ചെറുത് വലുതുമായ ഒത്തിരി വാഹനങ്ങളുണ്ടല്ലേ ഡെലിവറിക്ക് വേണ്ടി? ഒരു കസ്റ്റമർ തന്നെ നമുക്കൊരു 3,000 kg ഓർ 10,000 kg അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും. അതിൽ വലിയ വണ്ടിയാണിത്. ഇതിൻ്റെ തൊട്ട് 3,000 5,000 kg ഒക്കെ ഇതിലോട്ട് നമുക്ക് വെക്കാൻ കഴിയും. അതെല്ലാം അവർക്ക് വലുത് ഒരു അബോവ് 20,000 കിലോഗ്രാം പ്ലസ് ആണെങ്കിലും നമുക്ക് വേറെ ഒത്തിരി വണ്ടീസ് ഉണ്ട്. അതെങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്തു തരാൻ കഴിയും. നമുക്ക് സൈറ്റിൽ തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായും എവിടെയാണ് പറഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തിച്ചു തരാൻ കഴിയും. അവരുടെ വണ്ടി വരികയാണെങ്കിൽ ശരി, വണ്ടി ഇല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വണ്ടി അവിടെ എത്തിക്കും. തീർച്ചയായിട്ടും. കേരള അകത്താണെങ്കിൽ തമിഴ്നാടായി നമുക്ക് ഈ ലൊക്കാലിറ്റി തീർച്ചയായും എത്തിക്കാനായിട്ട് കഴിയും നമ്മുടെ വണ്ടിയിൽ തന്നെ. വളങ്ങളിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ മേജറായിട്ട് ചെയ്യുന്ന വളങ്ങൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, സ്റ്റാർ മീൽ, അങ്ങനെ ഓർഗാനിക്കായിട്ട് ഓൾമോസ്റ്റ് എല്ലാ വളങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായി എടുത്ത് പറയേണ്ട കാര്യമാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഫുൾ ആൻഡ് ഫുൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ ഫുള്ള് നീം സീഡാണ്. അതിൻ്റെ ഒരു റോ മെറ്റീരിയൽസ് അല്ല. ഇതും നമ്മുടെ പുറത്ത് ഗോഡൗണിൽ ഒത്തിരി സ്റ്റോക്സ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ബോൺ മീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർ മീൽ എന്ന് പറയും. സ്റ്റാർ മീൽ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി ഒരു മിക്സാണ്. ഒരു കർഷകർ നമ്മുടെ അടുത്ത് മേടിക്കുമ്പോൾ അവർ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ജൈവവളം ആവശ്യപ്പെട്ടായിരുന്നു. സോ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് നമ്മുടെ ഓൺ ബ്രാൻഡ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാർ മീൽ. ഒരുപാട് പേര് ചോദിച്ചു വാങ്ങുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ നമുക്ക് റെഗുലറായിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്ന ഒരു സാധനമാണ് സ്റ്റാർ മീലും ഈ വേപ്പിൻ പിണ്ണാക്കും. നല്ല ഒരു തവണ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾ കസ്റ്റമർ ആകും. അത്രത്തോളം ക്വാളിറ്റിയുള്ള സാധനമാണ് തീർച്ചയായും സ്റ്റാർ മീൽ. അതെ അതെ. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ചേരുന്നത്? അതിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ഓർഗാനിക് ബയോ പൊട്ടാഷ്, ഇത് 4 മാത്രമാണ്. പക്ഷേ ഇത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. ഒരു തവണ ഉപയോഗിച്ചാൽ ഒരു സീസൺ ഉപയോഗിച്ചാൽ തീർച്ച റിസൾട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10 കിലോ നോർമൽ വളം ഉപയോഗിക്കുന്ന ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതായത് 5 കിലോഗ്രാം ഇടേണ്ട സ്ഥാനത്ത് ഒരു 2.5 to 3 കിലോ വ്യത്യാസം കാണാൻ കഴിയും. കാരണം മാർക്കറ്റിൽ എല്ലാ കൊമ്പിലും മായുന്ന പ്രോഡക്റ്റ് ഒരുപാട് വരുന്നത്. പല കസ്റ്റമേഴ്സ് ഇങ്ങനെ കൈമാറി വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ മാനുഫാക്ചർ ഹോൾസെയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു റേറ്റിന് നല്ല ക്വാളിറ്റി സാധനം തരാനായിട്ട് കഴിയും. നീം കേക്ക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ നീം സീഡ്. നീം സീഡിൽ നമുക്ക് ഓയിൽ കണ്ടന്റ് ഉള്ളതുണ്ട്, ഓയിൽ കണ്ടന്റ് ഇല്ലാത്തതുണ്ട്. സോ കസ്റ്റമർ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇത് മോസ്റ്റ്ലി ഓയിൽ കണ്ടുള്ള സാധനം പറഞ്ഞാൽ നമുക്ക് ഒരു കയ്യിലെടുത്ത് തന്നെ ഇങ്ങനെ ഒന്ന് അമർത്ത് നോക്കുക, അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓയിൽ കണ്ടുള്ളത്തേക്ക് അത്രത്തോളം ഹൈ ക്വാളിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അത്രത്തോളം ഒരു ചെടിയിലോട്ട് ഇടുമ്പോൾ ഹൈ റിസൾട്ട് ഇതിനകത്ത് വരും. ഈ നീം സീൽ പ്രോ സാധനത്തിൽ ഒരുപാട് ക്വാളിറ്റി വരുന്നുണ്ടല്ലേ? നമുക്ക് ഓയിലും ഡി ഓയിലും പല തരപ്പമുണ്ട്. നമ്മൾ മോസ്റ്റ്ലി നമുക്ക് പ്രീമിയം ക്വാളിറ്റി മാത്രം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തരുന്ന കസ്റ്റമർക്ക് ഒരിക്കലും നമുക്ക് നിരാശപ്പെടുത്താറില്ല. നമ്മൾ പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് റിസൾട്ട് വേണം. തീർച്ചയായും. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു 5 kg ഇടുന്ന സ്ഥാനത്ത് ഒരു 3 kg ഇടുന്നതിന്റെ റിസൾട്ട് കാണണം. അതാണ്. അപ്പോൾ മറ്റുള്ളവരെ നമ്മളെ തേടി വരുമ്പോൾ അതിന്റെ റിസൾട്ട് തീർച്ചയായും കാണാൻ കഴിയണല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് പ്രധാന ഘടകമാണ് ഈ സീഡ്, നീം സീഡ്. ഇതും ബെസ്റ്റ് പ്രൈസാണ് തരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ച് വില അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കുക. അന്വേഷിച്ച് നോക്കിയിട്ട് ഇവിടെ വിളിച്ച് ചോദിക്കുമ്പോഴേ മനസ്സിലാവും. പല ക്വാളിറ്റി ഉണ്ടാവും. ഈ ഒരു ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ വരണം. അതാണ്. ഇത് 50 കിലോയുടെ പാക്കറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ 50 കിലോയുടെ നീം കേക്ക്. പ്രീമിയം ക്വാളിറ്റി നീം കേക്ക്സ് ഇതാണ് വരുന്നത്. നമുക്ക് നീം കേക്ക് വരുന്നത് നമ്മുടെ ആംഫെഡിൻ്റെ ഈ ബ്രാൻഡാണ്. സാർ മാർക്കറ്റിൽ എവിടെ തന്നെ നോക്കിയാലും മതി, ഈ ഒരു ബാഗിൽ വരുന്ന സാധനം പ്രീമിയം ക്വാളിറ്റി മാത്രമായിരിക്കും. ഫുൾ ആൻഡ് ഫുള്ളി നമ്മൾ പല ഡീലർമാരും ഇവിടുന്ന് എടുത്ത് പോകുന്നുണ്ട്. എല്ലാം ഈ ഒരു ബാഗിൽ ഫുൾ ആൻഡ് ഫുള്ളി പ്രീമിയം മാത്രം നമ്മൾ ചെയ്യുന്നത്. അതെ. ഇതിൽ നീം കേക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന കാരണം നമുക്ക് പെസ്റ്റ്, ഒരു തെങ്ങിന് എന്തിന് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ മെയിൻ റൂട്ടിന് പ്രോപ്പറായിട്ടുള്ള വെള്ളം കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ ഈ നീം കേക്ക് സഹായിക്കുന്നത്. ഒത്തിരി ഫാർമേഴ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ്. അത് കാരണം നമുക്കിപ്പോൾ ചെടിക്കാണെങ്കിലും ശരി, ഭാവിയിൽ മനുഷ്യന്മാർക്കാണെങ്കിൽ ഒത്തിരി ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ കെമിക്കലിൽ നിന്നും ഓർഗാനിക്കിലോട്ട് വരാൻ ഒരുപാട് പ്രധാന കാരണമാണ് ഈ ഒരു നീം കേക്ക്. നീമും ഇപ്പോൾ ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ബോൺ മീലും പല ഫെർട്ടിലൈസർ ഉണ്ട്. കാരണം ഭാവിയിൽ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന സാധനമാണ് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്.
അതിൽ നിന്നും ഒരു നല്ല റിസൾട്ട് വരുന്ന സാധനമാണ് ഈ നീം കേക്കും അതുപോലെ പല ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സും. സോ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും കെമിക്കൽ പരമാവധി കുറച്ച് ഇതുപോലത്തെ ഓർഗാനിക് ജൈവത്തിലൂടെ വരികയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇതുകൊണ്ട്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ പ്രധാനമായിട്ട് ഫുൾ ആൻഡ് ഫുള്ളി ഓർഗാനിക് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ ഓർഗാനിക് പ്രോഡക്ട്സ്. മെയിൻലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ നീം കേക്ക് ഓർഗാനിക് നീം കേക്ക്. അതേപോലെ നമ്മുടെ അടുത്തൊരു ബ്രാൻഡാണ് നമ്മുടെ സ്റ്റാർ മീൽ വരുന്ന നമുക്ക് കണ്ടന്റ് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ഓർഗാനിക് ബയോ പൊട്ടാഷ്. സോ ഒരു കർഷകർ മേടിക്കുമ്പോൾ അഡീഷണൽ വേറെ അധികം ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് 4ഓളം കണ്ടന്റ് ഉണ്ട്. സോ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് പോലെ അത്യാവശ്യം നല്ലൊരു മൂവിങ് ഉള്ള ഐറ്റാണ് സ്റ്റാർ മീൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്താണ് നമ്മുടെ ബോൺ മീൽ, എല്ലിയുടെ പൊടി. ഇതാണ് നമുക്ക് ബോൺ മീൽ വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഡോളമേറ്റ് നമുക്ക് ഫൈൻ പൗഡറാണ്. നമുക്ക് കസ്റ്റമർ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് ഡോളമേറ്റ് ചെയ്യാൻ വരും. അതേപോലെയാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഓർഗാനിക് മാനുവർ. ഇതിൽ നമുക്ക് വേപ്പിൻ്റെ പൊടി, എല്ലുപൊടി, ഓർഗാനിക് ബയോ പൊട്ടാഷ്, കോഴിക്കാഷ്ടം, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. അല്ല ഓർഗാനിക് ഇതിൽ വരുമ്പോൾ നമുക്ക് കസ്റ്റമർ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആണ്. ചില ഹോൾസെയിലർമാർ നമുക്ക് അവരുടെ സ്ഥലം അനുസരിച്ച് എങ്ങനെ മീൻസ് എനിക്ക് ഈ പ്രോഡക്റ്റിന് വരും ഇതിൽ വേറെ കണ്ടന്റ് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൂടെ റേഷ്യോ ഓരോ സ്ഥലം മീൻസ് ഓരോ കൃഷിക്ക് അനുസരിച്ച് ഓരോ റേഷ്യോ മാറും. സോ അവരുടെ ആവശ്യപ്രകാരം എങ്ങനെ ചോദിച്ചെന്ന് ആ രീതിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന വിള ഏതുമായിക്കൊള്ളട്ടെ അതിന് ചേരുന്ന റേഷ്യോ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റേഷ്യോ തന്നെ ഇവിടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? കർഷകർക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന റേഷ്യോയിൽ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരും തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫാക്ടറി വിശേഷങ്ങൾ അല്ലേ? അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.